ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പാരായണം ഇവിടെ നിർത്തിയിട്ട് ഇനി പ്രഭാഷണത്തിലേക്ക് കിടക്കുകയാണ്. ഇനിയുള്ള പ്രഭാഷണം നമ്മുടെ ഭാഗവത കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള അമ്മയാണ് അമലാവതി അമ്മ. ഷഷ്ഠസ്കന്ധത്തിൽ തന്നെ 14-ാമത്തെ അധ്യായം ആണ് ഗുരുവായൂരപ്പൻ അമ്മയ്ക്ക് പറയാൻ പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ചോദിച്ചാൽ ചിത്രകേതു ഉപാഖ്യാനം. അപ്പം അമ്മയുടെ വാക്കുകളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ശ്രാദ്ധത്തോടനുബന്ധിച്ച് വാർഷികമായിട്ട് നടന്നു വരുന്ന ഈ യജ്ഞത്തില് 4-ാം ദിവസത്തെ ചിത്രകേതുപാഖ്യാനത്തെ കുറിച്ചുള്ള പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ നവാഹ യജ്ഞ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചു കൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗും ഗുരുഭ്യോ നമഃ. ഗം ഗണപതയേ നമഃ. സം സരസ്വത്യേ നമഃ. അഭിവന്ദ്യനായ നമ്മുടെ ആചാര്യനും ഗുരുവുമായ മനുത്തിരുമേനിക്ക് കോടി കോടി പാദ നമസ്കാരം. നമ്മുടെ ഭാഗവത ഉപാസന കുടുംബത്തിലെ സുഹൃതികളായ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ശുഭദിനത്തിൽ പ്രഭാഷണത്തിന് കിട്ടിയത് ഷഷ്ഠസ്കന്ധത്തിലെ 14-ാം അധ്യായമാണ്. വൃത്രന്റെ പൂർവജന്മം ആണ് വിഷയം. ഈ വൃത്രാസുരൻ പൂർവജന്മത്തിൽ ചിത്രകേതു എന്ന രാജാവായിരുന്നു. ഈ വൃത്രാസുരൻ രജസ്സും തമസ്സും ഉള്ളവനായിട്ട് കൂടി ഭഗവാൻ നാരായണനിൽ ദൃഢമായ ഭക്തി ഉള്ള ഒരു അസുരനായിരുന്നു. സത്വഗുണമുള്ള ദേവന്മാർക്കും ഋഷിമാർക്കും കൂടി വിഷ്ണു ഭക്തി സാധാരണ അങ്ങനെ ലഭ്യമല്ല, ദുർലഭമായിട്ടേ കിട്ടലുള്ളൂ. ലോകത്തിൽ എണ്ണാൻ കഴിയാത്ത അത്ര പ്രാണിവർഗങ്ങൾ ഉണ്ട്, എത്രയോ ദശലക്ഷങ്ങളുണ്ട്. അതിൽ മനുഷ്യാദികളായ ഏതാനും ചിലർ മാത്രമാണ് ശ്രേയോമാർഗത്തിൽ പ്രവർത്തിക്കുന്നുള്ളൂ. അതിൽ തന്നെ 1000 മുമുക്ഷുക്കളുടെ മധ്യത്തില് ഒരാൾക്ക് മുക്തി കിട്ടിയാലായി, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ അസുരനാണ് ഈ വൃത്രാസുരൻ. പേരെന്നെ വൃത്രാസുരൻ എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? എന്താ? സർവപാവന എന്ന് സൂചിപ്പിക്കണ ശരീരത്തോട് കൂടിയത് കൊണ്ടാണ് വൃത്രാസുരൻ എന്ന പേര് ഉണ്ടായത്. അങ്ങനെയുള്ള വൃത്രന് കൃഷ്ണനിൽ എങ്ങനെയാണ് ഇത്ര ഭക്തി ഉണ്ടായത് എന്നൊരു സംശയം രാജാവിന്. അപ്പോ ശ്രീ ശുക മഹർഷി പറഞ്ഞു, എനിക്കിതറിയില്ല, എന്നാലും എനിക്ക് 2-3 പേര് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ആരൊക്കെയാണ് ഈ പറഞ്ഞു കൊടുത്തത്? 3 പേരാണ് ശുക മഹർഷിക്ക് ഇത് പറഞ്ഞു കൊടുത്തത്. ഒന്ന് വ്യാസ മഹർഷി, രണ്ടാമതായിട്ട് നാരദ മഹർഷി, മൂന്നാമതായിട്ട് ദേവലനിൽ നിന്ന്. ഈ 3 പേരിൽ നിന്നാണ് ശുക മഹർഷി ഈ വൃത്താന്തം അറിയണത്. ശൂരസേന രാജ്യങ്ങളിലെ ചിത്രകേതു എന്ന് പ്രസിദ്ധനായ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ രാജ്യം ആഗ്രഹിച്ചതെല്ലാം നൽകുന്ന, സാധാരണ ആഗ്രഹിച്ചൊക്കെ തരുക ആരാ അറിയോ? കാമധേനു. അങ്ങനെ കാമധേനുവിന് തുല്യമായ പല രാജ്യങ്ങൾ കൂടിയ ഒരു രാജ്യമായിരുന്നു ഇത്. അങ്ങനെ രാജാവിന് അനവധി ഭാര്യമാരുണ്ടായിരുന്നു. പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, ഒരാളൊന്നും അല്ല, കുറേ ഭാര്യമാരുണ്ടാവും. അങ്ങനെ കുറേ ഭാര്യമാരുണ്ടായിട്ട് കൂടി അദ്ദേഹത്തിന് സന്താന ഭാഗ്യം ഉണ്ടായില്ല. അപ്പോ അതുകൊണ്ട് തന്നെ രാജാവ് വളരെ ദുഃഖിതനായിരുന്നു. സൽസന്താനങ്ങൾ ഉണ്ടാവും, ദുർജന സന്തതികളും ഉണ്ടാവും. പക്ഷെ ഇതൊന്നും രാജാവിന് ഉണ്ടായിരുന്നില്ല, ഒരൊറ്റ സന്തതി പോലും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അങ്കിരസ് മഹർഷി ചിത്രകേതുവിന്റെ രാജധാനിയിൽ എതിർച്ഛയ എത്തണത്.
അങ്ങനെ രാജാവ് മഹർഷിയെ എതിരേറ്റ് എങ്ങനെയാണ് മഹർഷിയെ പൂജാദ്രവ്യങ്ങളൊക്കെ കൊണ്ട് വിധിപ്രകാരം, പല വിധിയുണ്ടേ ആചാര്യ ഭരണത്തിന്, അങ്ങനെ വിധിപ്രകാരം പൂജിച്ച് സൽക്കരിച്ചു. അങ്ങനെ ആതിഥ്യമൊക്കെ സ്വീകരിച്ച് അങ്കിരസ് മഹർഷി സന്തുഷ്ടനായി. അങ്ങനെ സന്തുഷ്ടനായി ഇരിക്കാൻ പീഠമൊക്കെ നൽകി. അങ്ങനെ മുനിയുടെ സമീപത്ത് ഈ രാജാവും ഏകാഗ്രചിത്തനായി ഇരുന്നു. ഒന്നും പറയണില്ല. സ്വീകരിച്ചു, ഇരുത്തി. താനും രാജാവിന്റെ അടുത്ത് തന്നെ ഇതി കർത്തവ്യമൂഢനായി എന്നൊക്കെ പറയില്ലേ, ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്നു. അങ്കിരസ് മഹർഷി അപ്പൊ ചോദിച്ചു ഈ രാജാവിനോട്, രാജാവേ, അങ്ങേക്ക് ശരീരത്തിന് എന്താ സുഖമില്ലേ? ഒരു രാജാവല്ലേ, എന്തോ ഒരു മൗഢ്യം പോലെ, ഒരു മൗനം പോലെ തോന്നുന്നു. മാത്രമല്ല അങ്ങയുടെ പ്രജകൾക്കൊക്കെ സൗഖ്യം തന്നെയല്ലേ? 7 പ്രകൃതി കാര്യങ്ങളാൽ രക്ഷിക്കപ്പെടുന്ന ജീവാത്മാവും രാജാവും ഒരുപോലെ എന്നാ പറയുക. അപ്പൊ രാജാവിന് ശരീരസുഖമില്ലേന്നൊരു സംശയം അങ്കിരസ് മഹർഷിക്ക്. രാജ്യത്തിലെ പ്രജകള്, ഭാര്യമാര്, അവർക്കൊക്കെ കുടുംബം ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെയും സുഖമല്ലേ? അതുപോലെ കാര്യവിചാരിപ്പുകാരുണ്ടാവും, മന്ത്രിമാരുണ്ടാവും, സാമന്ത രാജാക്കന്മാരുണ്ടാവും ഒരു രാജ്യമാവുമ്പോ. അതെല്ലാം അങ്ങയുടെ അധീനത്തിൽ തന്നെ അല്ലേ? അതോ ഇനി ആക്രമിച്ച് ആരേലും കൊണ്ടുപോയോ? ഇനി അത് മാത്രമല്ല, അന്യനിൽ നിന്നോ തന്നെത്താനോ എന്തോ ഒരു അഭിലാഷം സാധിക്കാത്തത് പോലെ തോന്നുന്നു എനിക്ക്. എങ്ങനെ തോന്നുന്നു? മുഖം കണ്ടിട്ട്. ഈ മുഖത്ത് പ്രതിഫലിക്കും. സന്തോഷാണോ, സന്താപാണോ, ക്രോധാണോ എന്ന് മുഖം പറയും ഒരു മനുഷ്യനെ കണ്ടാൽ. അപ്പൊ മുഖം എന്താ പറയുക, മനസ്സിന്റെ കണ്ണാടിയാണ് എന്ന് പറയും. മുഖത്ത് നോക്കിയാൽ അറിയാം ആ ആള് സന്തുഷ്ടനാണോ അസന്തുഷ്ടനാണോ, ദേഷ്യമുള്ള ആളാണോ എന്നുള്ളത്. അതാണ് ആ മുഖത്തുനിന്ന് വായിച്ചെടുത്തതാണ് അങ്കിരസ് മഹർഷി രാജാവിന്റെ വിഷമം. അപ്പോ ഇതൊക്കെ ഈ അങ്കിരസ് മഹർഷിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, ത്രികാലജ്ഞാനിയാണല്ലോ. ഈ ത്രികാലജ്ഞാനി പറഞ്ഞാൽ കഴിഞ്ഞതും ഇപ്പൊ നടക്കുന്നതും വരാൻ പോണതും അറിയണത് മഹർഷിമാർക്ക് നല്ലപോലെ അറിയാം. എന്നാലും ഈ ത്രികാലജ്ഞാനിയായ ആ മുനിയിൽ നിന്ന് ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കപ്പെട്ടപ്പോൾ രാജാവ് വിനയപൂർവ്വം നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, മഹർഷേ, അങ്ങേക്ക് എല്ലാം അറിയാവുന്നതല്ലേ? എന്നിരുന്നാലും അങ്ങ് ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം. ചോദിച്ചോണ്ട് പറയാം, ഇല്ലെങ്കിൽ എന്തും ഒന്നും പറയാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ചോദിച്ചോല്ലോ, അതുകൊണ്ട് ഞാൻ പറയാം. ലോകപാലന്മാർ കൂടി ആഗ്രഹിക്കത്തക്ക ഒരു സാമ്രാജ്യവും ഐശ്വര്യവും ഒക്കെ എനിക്കുണ്ട്. അത് മഹർഷിക്ക് അറിയാലോ. ഇതൊക്കെ എനിക്ക് ഉണ്ടായിട്ടും സന്താനങ്ങളില്ലാത്ത എന്നെ അവയൊന്നും ആനന്ദിപ്പിക്കണില്ല. ഉദാഹരണത്തിന് ഇപ്പൊ വിശപ്പും ദാഹവും മൂലം അന്നപാനാദികൾ ആഗ്രഹിക്കുന്ന ഒരുത്തന് മറ്റു എന്ത് കൊണ്ടു കൊടുത്തിട്ട് എന്താ കാര്യം? വിശക്കണേന് കുറച്ച് ഭക്ഷണവും ദാഹത്തിന് കുറച്ച് വെള്ളവും കൊടുക്കേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ കുറെ ധനോ അല്ലെങ്കിൽ വേറെ പണോ എന്തേലും കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ആ ആൾക്ക് വേണ്ടത് എന്താ? ഭക്ഷണം. അതേപോലെ ഒരവസ്ഥയാണ് എനിക്ക്. അത് മാത്രമല്ല, ഈ സന്താനങ്ങളില്ലാത്തതിനാൽ പൂർവികരോടൊപ്പം ഞാൻ നരകത്തിൽ പതിക്കുകയും ചെയ്യും. സന്തതി വേണമെന്ന് പറയാൻ കാരണം അതാണ്. പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ സന്തതി വേണം. അതിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിക്കാനുള്ള ഒരു മാർഗമാണ് ഇപ്പൊ അങ്ങയിൽ നിന്ന് എനിക്ക് കിട്ടേണ്ടത്. അങ്കിരസ് മഹർഷി വളരെ ദയാലുവാണേ. അങ്ങനെയുള്ള ദയാലുവാണ്, കൃപ ഉള്ള ആളാണ്, ജ്ഞാനിയാണ്, മാത്രമല്ല ഗുണസമ്പന്നനാണ് മഹർഷി. അത് മാത്രമല്ല സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന്റെ പുത്രനുമാണ്. അപ്പോൾ എല്ലാ വിശേഷമുള്ള ഈ അങ്കിരസ് മഹർഷിക്ക് തൻ്റെ സങ്കടത്തിനൊരു നിവൃത്തി വരാൻ പറ്റും എന്ന് രാജാവിന് പൂർണ്ണ ബോധ്യമുണ്ടേ. രാജാവിൻ്റെ രാജാവ് ഒരു പ്രാർത്ഥന പോലെയാണ് അങ്കിരസ് മഹർഷിയോട് പറയണതേ. അങ്ങനെ രാജാവിൻ്റെ ഈ പ്രാർത്ഥന കേട്ടപ്പോ മഹർഷി സൂര്യനെ ആരാധിക്കാനുള്ള പുരോടാശം തയ്യാറാക്കിയിട്ട് യാഗം ചെയ്തു. അതിൽ നിന്നും വന്ന യജ്ഞത്തിന്റെ ഉച്ഛിഷ്ടം രാജാവിന്റെ ആദ്യ പത്നിയായ കൃതദ്രുതിക്ക് ദാനം ചെയ്തു. കുറേ പത്നിമാരുണ്ട് എന്ന് പറഞ്ഞുവല്ലോ, പക്ഷെ ആദ്യം കൊണ്ടുവന്ന് പ്രഥമ പത്നിയല്ലേ, അതിനൊരു വിശേഷം ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ പത്നിക്കാണ് കൊടുത്തത്.
അങ്കിരസ് മഹർഷി പറഞ്ഞു, ഹേ രാജൻ, അങ്ങേക്ക് സന്തോഷത്തെയും സന്താപത്തെയും നൽകുന്ന ഒരു പുത്രൻ ജനിക്കുന്നു. അപ്പൊ തന്നെ പറഞ്ഞു, ഒരു പുത്രൻ ഉണ്ടാവും, നല്ല സന്തോഷാവും അപ്പോ, പക്ഷെ ഒരു സന്താപം ഉണ്ടാവും കിട്ടുമോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അത് പറയലും. അങ്കിരസ് മഹർഷി അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയും ചെയ്തു. ശൂരസേന രാജാവായ ചിത്രകേതുവിൽ നിന്ന് ഗർഭം ധരിച്ച കൃതദ്യുതി പൂർണ്ണ ചന്ദ്രനെ പോലെ ശോഭിച്ചു. ഗർഭമൊക്കെ പൂർത്തിയായി 10 മാസമായി. കാലം വന്നപ്പോ കൃതദ്യുതി ഒരു പുത്രനെ പ്രസവിച്ചു. രാജാവും രാജ്ഞിയും മാത്രമല്ല, ആ രാജ്യവാസികൾക്കും വളരെ സന്തോഷമായി. അനവധി കാലമായി ഒരു കുട്ടി ഉണ്ടായി കണ്ടാൽ മതി എന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു പുത്രജനനം കേട്ട് എല്ലാവർക്കും വലിയ സന്തോഷമായി. ഉടനെ തന്നെ രാജാവ് എന്ത് ചെയ്തു? വേഗം പോയി സ്നാനം ചെയ്തു വന്ന് സർവാഭരണ ഭൂഷിതനായി. അതുവരെ ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഈ സന്തോഷം കൊണ്ട് സർവാഭരണ ഭൂഷിതനായിട്ട് എന്ത് ചെയ്തു അറിയോ? ദാനാണ് ആദ്യം ചെയ്ത്. ബ്രാഹ്മണരെയൊക്കെ വിളിച്ചു വരുത്തി അവർക്ക് വേണ്ടത് അവരെന്ത് ചോദിക്കുന്നു വെച്ചാൽ അതൊക്കെ കൊടുത്തു. മാത്രമല്ല, മറ്റു ജനങ്ങൾക്കും യഥേഷ്ടം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചോദിച്ചിരിക്കുന്നതിന് അനുസരിച്ച് രാജാവ് ദാനധർമ്മമൊക്കെ ചെയ്തു. പിന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, കുട്ടികളുണ്ടായ ഉടനെ ജാതകർമ്മം ചെയ്യും. അപ്പോ അങ്ങനെ ജാതകർമ്മവും ചെയ്യിച്ചു. എല്ലാവരും പുത്രജനനം വളരെ ആഘോഷമായിട്ട് ആ രാജ്യത്തിലെ എല്ലാവരും കൊണ്ട് ആടി. അപ്പോ അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ദരിദ്രന് നിധി കിട്ടിയ പോലെ ആണ് രാജാവും രാജ്ഞിയും പ്രജകളും, അവര് മാത്രമല്ല പ്രജകളും ആനന്ദത്തിൽ അങ്ങോട്ട് മാറാടി എല്ലാ സമയവും. അപ്പോ രാജാവിന് ഈ കുട്ടിയെ കണ്ടുകൊണ്ടിരിക്കണം. മാത്രമല്ല, അപ്പൊ കുട്ടി ആരെടുത്ത് ഉണ്ടാവുക? നമ്മുടെ അടുത്തല്ലേ ഉണ്ടാവുക? കൃതദ്യുതിയുടെ കൊട്ടാരത്തിലായി. എപ്പോ നോക്കിയാലും രാജാവ് കൃതദ്യുതിയുടെ അടുത്ത്. കാരണം കുട്ടിയുള്ളടത്തിലല്ലേ, രാജാവ് അത്രയും കാലം കഴിഞ്ഞ് കുട്ടി ഉണ്ടായതല്ലേ. അങ്ങനെ അവിടെ ഈ താമസം. അപ്പോ അദ്ദേഹത്തിന് ഒരുപാട് പത്നിമാരുണ്ട് വേറെ. ഇത് മറ്റു പത്നിമാരില് ഈർഷയും അസൂയയും മാത്രല്ല വിദ്വേഷവും ഉണ്ടാക്കി. കാരണം മറ്റു പത്നിമാർക്ക് രാജാവിന്റെ അവഗണന സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. കാരണം എന്നും എല്ലായ്പ്പോഴും ഒരേപോലെ കണ്ടിരുന്ന രാജാവ് പെട്ടെന്ന് കുട്ടി ഉണ്ടായോടുകൂടി കൃതദ്യുതിയുടെ അടുത്ത് മാത്രമായി. അവർക്കൊരു പരിഗണനയില്ല, അങ്ങോട്ട് ചെല്ലുമില്ല. വലിയ ബുദ്ധിമുട്ടായി, മാനസിക വിഷമമായി അവർക്ക്. അതാണ് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം. അത് മാത്രമല്ല, ദുഃഖവും വിദ്വേഷവും അവരിൽ ദിവസം പ്രതി വർദ്ധിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഈ വിദ്വേഷം കൊണ്ട് ഉണ്ടാവുക എന്താ അറിയോ? ബുദ്ധി മരവിക്കും, ബുദ്ധി നഷ്ടപ്പെടും. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ വരും ഈ വിദ്വേഷം വല്ലാതെ ഉണ്ടായാൽ. അപ്പോ രാജാവിന്റെ ഈ അനാദരവും തീരെ സഹിക്കാതെ വന്നപ്പോ ആ സ്ത്രീകൾ എല്ലാവരും കൂടി കുമാരന് വിഷം അങ്ങോട്ട് കൊടുത്തു. ഈ പാപം കൃതദ്യുതി അറിഞ്ഞതേയില്ല. അങ്ങനെ കുട്ടിയെ പാലൊക്കെ കൊടുത്ത് ഉറക്കിയതാണ്. കുളിയൊക്കെ കഴിഞ്ഞ് പാലൊക്കെ കൊടുത്ത് ഉറക്കി. കുറേ സമയം കഴിഞ്ഞിട്ട് ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ ഉണർത്തി. ഉണരാത്തത് കണ്ടപ്പോ ഈ കുട്ടിയെ ശ്രദ്ധിക്കണ അല്ലെങ്കിൽ കുട്ടിയെ നോക്കണ ഒരു മാതാവുണ്ട്, ധാത്രി. ആ ധാത്രിയോട് പറഞ്ഞു, കുട്ടിയുടെ അടുത്ത് എന്നിട്ട് ഒന്ന് നോക്കൂ, കുറെ നേരമായല്ലോ കുട്ടി കിടന്ന് ഉറങ്ങണു. അപ്പോ ആ കുട്ടിയെ എടുത്തിട്ട് വരൂ, പാല് കൊടുക്കട്ടെ, ദാഹിക്കുന്നുണ്ടാവും. ഉറക്കത്തിൽ കുട്ടികൾക്കോ അത് വിശപ്പും ദാഹവും ഒന്നും അറിയില്ല, എടുത്തിട്ട് കൊണ്ടുവരുവാണ്. അങ്ങനെ രാത്രി കുട്ടിയെ അടുത്ത് ചെന്ന് നോക്കിയപ്പോ പ്രാണൻ പോയ കുട്ടിയെയാണ് അവിടെ കാണുന്നത്. ധാത്രി ഉറക്കെ വിട്ട് നിലവിളിച്ചുകൊണ്ട് നിലം പതിച്ചു മോഹാലസ്യപ്പെട്ട്. ഈ രോദനം കേട്ടപ്പോ കൃതദ്യുതി വന്ന് നോക്കി. എന്തിനാ അപ്പൊ ഈ രാത്രി ഇങ്ങനെ ഒരു നിലോടിയൊക്കെ? ഇവിടെ നിലോടിത്തിന് കുട്ടിയെടുക്കാൻ പോയേ രാത്രിയാണ്. അപ്പോഴാണ് തൻ്റെ ഓമന പുത്രൻ മൃതനായ കാഴ്ചയാണ് ആ മാതാവ് കണ്ടത്. രാജ്ഞി ദുഃഖാധിക്യത്താല് മോഹാലസ്യപ്പെട്ട് നിലം പതിച്ചു. ഒരമ്മയുടെ അവസ്ഥ അവിടെ പ്രത്യേകം പറയുകയാണ്. ഉണ്ടാവാതെ ഉണ്ടായ ഒരു കുട്ടി. അങ്ങനെ അപ്പൊ അവിടെ കൂട്ടക്കരച്ചിലായി. ഈ രോദനൊക്കെ കേട്ടുകൊണ്ട് അന്തപുരത്തിലെ ജനങ്ങളും പുരുഷന്മാരും പ്രദേശവാസികളും എന്താണ് ഈ നിലോളി എന്ന് കേട്ടിട്ട് എല്ലാവരും കൊട്ടാരത്തിലേക്ക് വരാൻ തുടങ്ങി. രാജാവിന്റെ മറ്റു പത്നിമാരും ഈ നിലവിളിയൊക്കെ കേട്ട് ഓടി വന്നു.
അവര് കപടരോദനം ചെയ്തു. എന്താണ് ഈ കപടരോദനം? അറിഞ്ഞും കൊണ്ട് ചെയ്ത ഒരു ദുഷ്കർമാണ്. എന്നാൽ ഒന്നിട്ട് അറിഞ്ഞില്ലേ എന്റെ ദേവനാരായണ എന്ന് പറഞ്ഞ പോലെ എല്ലാരും കരയുന്നു, ഞാനും കരഞ്ഞളയാ എന്ന് വിചാരിച്ച് അവരും കരഞ്ഞു. രാജാവ് സങ്കടം സഹിക്ക വയ്യാതെ മരിച്ച ബാലന്റെ പാദമൂലത്തില് വീണ് വിലപിച്ചു കൊണ്ടിരുന്നു. തൻ്റെ ഭർത്താവിനെയും മൃതനായ പുത്രനെയും നോക്കിയും പല കാര്യങ്ങളും ആ കുട്ടിയെ പറ്റി പറഞ്ഞും കൃതധുതി വിലപിച്ചു കൊണ്ടിരുന്നു. അത് അങ്ങനെയാണല്ലോ, കഴിഞ്ഞതൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടാണ് കരയുക. അപ്പോ ഈ കുഞ്ഞ് പൈതലിന് അല്ലേ, എത്ര പ്രായമുള്ളവരുണ്ട് മരിക്കാതെ അങ്ങനെ ഇരിക്കും, മരിച്ചാ മതി എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അവരെന്നും കൊണ്ടുപോയില്ലല്ലോ. ചെറിയ കുട്ടിയായ എൻ്റെ കുട്ടിയല്ലേ കൊണ്ടുപോയത്? എന്ത് പാപാണ് ഞാൻ ചെയ്തത്? ഈ കുഞ്ഞു പൈതലിനെ എന്തിനാണ് കൊണ്ടുപോയത്? മകനെ ഉണ്ണി, നീ അമ്മയെ ഉപേക്ഷിച്ച് പോവല്ലേ? പിതാവിന്റെ ദുഃഖം നീ കാണില്ലേ കുഞ്ഞെ? നീ എഴുന്നേൽക്കൂ. നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഇതാ ചങ്ങാതിമാരൊക്കെ ഇതാ അവിടെ വന്ന് നിൽക്കുകയാണേ. ഉണ്ണി, നിനക്ക് വിശക്കണില്ലേ? വരൂ, മടിയിലിരുന്ന് കുറച്ച് പാല് കുടിക്കണ്ടേ ഉണ്ണി? നിന്റെ മധുരമായ വാക്കുകൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓരോന്നും പറഞ്ഞുകൊണ്ട് കൃതജ്ഞി വിലപിക്കുകയാണ്. ഓ, രാജദമ്പതിമാരുടെ ഈ സങ്കടത്തില് അവിടെ കൂടിയിരുന്ന പ്രജകളെല്ലാം വാവിട്ട് കരയാൻ തുടങ്ങി. ആ നഗരം തന്നെ അങ്ങോട്ട് നിശ്ചലമായ പോലെയായി. നാഥനില്ലാത്ത കളരി പോലെ എന്ന് പറയും പോലെ നാഥനില്ലാത്ത ഒരു രാജ്യം പോലെയായി ആ രാജധാനി. പുത്രദുഃഖത്തിൽ കരയുന്ന രാജാവിനെയും പത്നിയെയും ആശ്വസിപ്പിക്കാൻ അങ്കിരസ മഹർഷിയും നാരദ മഹർഷിയും കൂടി കൊട്ടാരത്തിൽ ആ സമയത്ത് വന്നു ചേർന്നു. ദുഃഖിച്ചിരിക്കുന്ന രാജാവിനെയും രാജ്ഞിയെയും ജ്ഞാനോപദേശം ചെയ്ത് സാന്ത്വനിപ്പിച്ചു. നമ്മളൊരു മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവരെ കൂട്ടത്തിൽ കരയുകയല്ല വേണ്ടത്, അവരെ സാന്ത്വനിപ്പിക്കുകയാണ് വേണ്ടത്. അതാണ് ജ്ഞാനികൾ ചെയ്യുക. കാരണം ഇതൊന്നും ശാശ്വതമല്ല, ഭഗവാൻ തരുന്നു, ഭഗവാൻ കൊണ്ടുപോകണു. അപ്പൊ അത് ഏത് രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഏറ്റവും പ്രധാനം. അല്ലാതെ കൂടിക്കരഞ്ഞ് അവരെ ദുഃഖം വർദ്ധിപ്പിക്കുകയല്ല വേണ്ടത്. അപ്പൊ ഇത് ഏതുപോലെയെന്ന് വെച്ചാൽ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് രാജാവിന്. നദീജലത്തിൽ വെള്ളം ഇങ്ങോട്ട് വരുമ്പോ ഒന്നായിട്ട് മണൽ ഇങ്ങോട്ട് അടിഞ്ഞു കൂടും. മണൽ ഇങ്ങോട്ട് അടിഞ്ഞു കൂടി ഒരു മണൽത്തിട്ടയായി മാറും. അങ്ങനെ ആ മണൽത്തിട്ട പിന്നെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുമ്പോ ആ മണലിനെ കടിച്ചങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് വേറൊരു സ്ഥലത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോകും ഈ മണലിനെയൊക്കെ. അപ്പോ അതേപോലെ ഈ മണൽത്തരികൾ കൂടിച്ചേരുകയും അകന്നു പോവുകയും ചെയ്യുന്നത് പോലെയാണ് ജീവജാലങ്ങൾ ഒരുമിക്കുന്നതും വേർപിരിയുന്നതും എന്ന ജ്ഞാനോപദേശം രാജാവിന് പറഞ്ഞു കൊടുത്തു. ഈ ബന്ധമുണ്ടല്ലോ, അതൊന്നും ശാശ്വതമല്ലേ, നശ്വരാണ്. രാജാവിനുണ്ടായ കുട്ടി കഴിഞ്ഞ ജന്മത്തിൽ അങ്ങയുടെ ആരായിരുന്നു എന്നറിയോ? ഈ കുട്ടി ഉണ്ടായിട്ടുണ്ട്, ആത്മാവുണ്ട്, ദേഹം മാത്രം ഇല്ലാണ്ടേ ഉള്ളൂ. ഈ കുട്ടി ആരാന്ന് രാജാവിന് അറിയോ? ഇല്ലല്ലോ. ഇനി അടുത്ത ജന്മത്തിൽ ഈ കുട്ടി ആരാവുന്നറിയോ? അതും അറിയില്ലല്ലോ, നമുക്കറിയില്ല. അതുകൊണ്ട് കുഞ്ഞിനെ ഓർത്ത് ദുഃഖിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല കേട്ടോ രാജാവേ. ഇന്നിപ്പതാ എൻ്റെ എന്ന് പറയണതുണ്ടല്ലോ, മമത. ആ എൻ്റെ ഇന്നലെ ആരതായിരുന്നു, ഇനി നാളെ ആരതാവും, ഇതാർക്കും പറയാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ പറയണു ഇത് എന്റെയാണ്. എൻ്റെ ഇന്നലെ ആരതോ ആയിരുന്നു, നാളെ ആരതോ ആവും. പക്ഷെ അത് മനുഷ്യന്, അതാണ് മനുഷ്യൻ. അപ്പൊ അത്ര അറിവേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. ഭൗതികമാകുന്ന അന്ധകാരത്തിൽ മുഴുകിക്കഴിയുന്ന തന്നെ ജ്ഞാനദീപം തെളിയിച്ച് അനുഗ്രഹിക്കാൻ രാജാവ് ഈ സമയത്ത് മഹർഷിയോട് ആവശ്യപ്പെട്ടു. കാരണം തന്നിന്റെ അജ്ഞത കൊണ്ടാണ് ഈ ദുഃഖം. ഈ അധ്യായത്തിന്റെ തത്വം തന്നെ ആണ് ഇനി പറയണത്. രാജാവിന്റെ ജീവിതം പുത്രശോകത്താൽ വ്യർത്ഥമാക്കി കളയേണ്ടതല്ല. ഒരു രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഉത്തരവാദിത്വമാണ്. അപ്പോ അങ്ങനെ വ്യർത്ഥമാക്കി കളയരുത്. പിന്നെയോ, ഭൗതിക വിഷയങ്ങളെല്ലാം നശ്വരങ്ങളും ദുഃഖഹേതുക്കളുമാണെന്നും ആത്മാവ് മാത്രമേ ശാശ്വതമായി ഉള്ളൂ എന്ന് മനസ്സിലാക്കി അന്യവസ്തുക്കളിലുള്ള ഈ മമത്വം ഉണ്ടല്ലോ, ഞാൻ എൻ്റെ എന്നുള്ളത് ഉപേക്ഷിക്കണം. എന്നിട്ടോ മനസ്സിനെ ആത്മാവില് അടക്കാനും മഹർഷി ഉപദേശിച്ചു രാജാവിന്. അത് മാത്രമല്ല,
സംഘർഷണമൂർത്തിയുടെ ദർശനം ലഭിക്കാനും അവിടുത്തെ അനുഗ്രഹത്താൽ ജ്ഞാനിയായി ജീവൻ മുക്തനാകാനുമുള്ള മന്ത്രവും നാരദ മഹർഷി ഉപദേശിച്ചു. അതുകൊണ്ട് മാത്രമേ നമുക്ക് മുക്തി ലഭിക്കുള്ളൂ. അതുകൊണ്ടാണ് സങ്കടപ്പെട്ടിരുന്നെ കൊണ്ട് ഒരു കാര്യമില്ല. ഇതേപോലെ തന്നെ നമ്മൾ രാമായണത്തിൽ പറയുന്നുണ്ടല്ലോ, ശ്രീരാമചന്ദ്രൻ പറയുന്നുണ്ട് താരയോട്, ഉപദേശിക്കുന്നു ഇതേപോലെ തന്നെയാണ്. ഭർത്താവ് ശരീരാണോ ജീവനാണോ താരേ? പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഈ ദേഹം ജഡ അല്ലേ? വിറകിന് തുല്യല്ലേ? ജനന മരണമില്ലാത്ത ജീവാത്മാവിനെ കുറിച്ച് എന്തിനാ താരെ ദുഃഖിക്കണത്? അങ്ങനെ ജ്ഞാനോപദേശം നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോ ഇത് ആർക്കുള്ള ഉപദേശമാണ്? നമുക്കൊക്കെ ഉള്ള ഉപദേശ, മാനവരാശിക്കുള്ള ഉപദേശമാണത്. അപ്പോ ഈ നമ്മുടെ ഒക്കെ ഉള്ള ഉപദേശം കൂടി ആയതുകൊണ്ട് ഇത് നമ്മൾ ജീവിതത്തിലും പറ്റില്ല എന്നുള്ളത് വേറെ കാര്യം. എന്നാലും ശരിക്കും ഈ ഉപദേശം നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. അതാണ് പണ്ടുള്ള മഹർഷിമാരൊക്കെ നമുക്ക് ഉപദേശിച്ചു തരുന്നത്. ഭാഗവതത്തിൽ എല്ലാ കഥയിലും അങ്ങനെയാണ്. ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക, അത് മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ, മറ്റതൊക്കെ നശ്വരമാണ് എന്നും കൂടെ ഇതിൽ പറയുന്നു. ഹരേ കൃഷ്ണ. ഇത്രയും നേരം എൻ്റെ ഈ വാക്കുകള് സശ്രദ്ധം ശ്രവിച്ച എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ആയുരാരോഗ്യ ഐശ്വര്യം ഉണ്ടാകണമേ എന്ന് ആത്മാർത്ഥമായി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളെല്ലാം ഭഗവത് പാദത്തിലും ഗുരുപാദത്തിലും സമർപ്പിക്കുന്നു. ഹരേ നമ. ഓം സർവേഭി സുഖിനാ സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖമാപ്നുയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്ത ന്യാജ്യേന മാർഗേണ മഹിം മഹേശ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു. മാ ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ. ഷഷ്ടസ്കന്ധത്തില് 13-ാമത്തെ അധ്യായം ചിത്രകേതൂപാഖ്യാനം. സ്വതസിദ്ധമായിട്ടുള്ള കഥ പറയലിലുള്ള ഒരു കഴിവ് അമ്മയ്ക്ക് പ്രത്യേകം ഗുരുവായൂരപ്പൻ കൊടുത്തതാണ്. അതിൻ്റെ അതേ രീതിയിൽ തന്നെ നമ്മളുടെ ശ്രദ്ധയെങ്ങും പോകാതെ അത് കേൾക്കാൻ സാധിച്ചു. ഇനിയും അമ്മയ്ക്ക് ധാരാളം സത്സംഗങ്ങളിൽ ഇതുപോലെയുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുവാനും അതുപോലെ തന്നെ പാരായണം ചെയ്യുവാനും ഓരോ ആയുസ്സും ആരോഗ്യവും ഗുരുവായൂരപ്പൻ നൽകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ഗുരുവായൂരപ്പനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.